സ്ത്രീകൾക്ക് ഇരുചക്ര വാഹനം പകുതി വിലയ്ക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ അറസ്റ്റിലായ തൊടുപുഴ കുടയത്തൂർ സ്വദേശിയായ അനന്തകൃഷ്ണൻ വളർന്നത് രാഷ്ട്രീയ ബന്ധങ്ങളുടെ തണലിലാണ്. അനന്തകൃഷ്ണനും ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റായ എൻ രാധാകൃഷ്ണനും നേതൃത്വം നൽകുന്ന സന്നദ്ധ സംഘടനകൾ ചേർന്നാണ് പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ സ്ത്രീകൾക്ക് നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ടത്. അനന്തകൃഷ്ണൻ കോർഡിനേറ്ററായ നാഷണൽ എൻജിഒസ് കോൺഫെഡറേഷനും എൻ രാധാകൃഷ്ണൻ ചെയർമാനായ സൊസൈറ്റി ഫോർ ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദി നേഷൻ അഥവാ സൈൻ എന്ന സംഘടനയും ചേർന്ന സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്യുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. സൈൻ നേതൃത്വത്തിൽ ഒറ്റയ്ക്കും രാധാകൃഷ്ണൻ വാഹന വിതരണം നടത്തി. കരുമാലൂരിൽ അനന്തകൃഷ്ണൻ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടകൻ ഹൈബി ഈഡൻ എംപിയുമായിരുന്നു. എൻജിഒസ് കോൺഫെഡറേഷൻ വരാപ്പുഴയിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തത് വി.ഡി. സതീശനുമാണ്. കൂനമാവിൽ സംഘടിപ്പിച്ച യൂത്ത് സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്തത് റോജി എം. ജോൺ എം.എൽ.എയുമാണ്. അനന്തകൃഷ്ണൻ അറസ്റ്റിലായപ്പോൾ കെ.പി.സി.സി. അംഗമായ ലാലി വിൻസെന്റ് മൂവാറ്റുപുഴ സ്റ്റേഷനിൽ എത്തുകയും ചെയ്തിരുന്നു. ജില്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായും അടുപ്പം പുലർത്താനും പൊതുസമൂഹത്തിന് മുന്നിൽ ഈ അടുപ്പം പ്രദർശിപ്പിക്കാനും പാതിവില തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരകനായ അനന്തകൃഷ്ണൻ പ്രത്യേക താൽപര്യം കാണിച്ചിരുന്നു. എല്ലാ നേതാക്കളുമായും നല്ല വ്യക്തിബന്ധം അദ്ദേഹം സൂക്ഷിക്കുകയും ചെയ്തു. ഓരോ സ്ഥലത്തും പുതിയ സീഡ് സൊസൈറ്റികൾ ഉദ്ഘാടനം ചെയ്തിരുന്നതും ഇരുചക്ര വാഹനങ്ങൾ കൈമാറിയിരുന്നതും അതത് സ്ഥലങ്ങളിലെ നേതാക്കളെ കൊണ്ട് തന്നെയാണ്. ഈ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ പോസ്റ്ററുകളായും പ്രചരിപ്പിച്ചു. ഇരുചക്ര വാഹനങ്ങൾ ലഭിക്കാതായതോടെ പരാതി വരാതെ നോക്കാനായി അനന്തു രാഷ്ട്രീയ നേതാക്കളെ ഇടപെടുത്തുകയും ചെയ്തു. വഞ്ചിതരായ പല നിക്ഷേപകരും ഈ പരാതി പോലീസിനോട് പറഞ്ഞിട്ടുമുണ്ട്. തട്ടിപ്പിനെക്കുറിച്ച് മനസ്സറിവില്ലാതെ അനന്തുവിനെ സഹായിച്ചവരെയും തട്ടിപ്പിൽ പങ്കാളികളായ രാഷ്ട്രീയ നേതാക്കളെയും വേർതിരിച്ച് കണ്ടെത്താനാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. എറണാകുളത്തെ ഫ്ളാറ്റിൽ നിന്ന് കടത്തിയ രേഖകൾ രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അനന്തകൃഷ്ണന്റെ കാർഡും മറ്റ് രേഖകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒരു യുവതിയുടെ നേതൃത്വത്തിൽ ചാക്കിലാണ് രേഖകൾ കടത്തിയത്. ഇരുചക്ര വാഹനങ്ങൾക്ക് പുറമെ ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, മൊബൈൽ ഫോൺ, വാട്ടർ പ്യൂരിഫയർ, ജൈവവളം, സ്കൂൾ കിറ്റുകൾ തുടങ്ങിയവയും നൽകാനുള്ള പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഏറ്റവും കൂടുതൽ പരാതി ലഭിച്ചത് കണ്ണൂർ ജില്ലയിൽ നിന്നും കണ്ണൂർ സിറ്റി, വളപട്ടണം, ചക്കരക്കൽ, മയ്യിൽ, പയ്യാവൂർ, ശ്രീകണ്ഠപുരം, ഇരിക്കൂർ, പെരിങ്ങോം സ്റ്റേഷനുകളിൽ നിന്നുമാണ്. 4 ദിവസമായി എത്തുന്ന പരാതിക്കാരിൽ കൂടുതൽ സ്ത്രീകളുമാണ്. ഇരുചക്ര വാഹനങ്ങൾ വാങ്ങാൻ 60,000 രൂപയാണ് മിക്കവരും നൽകിയിട്ടുള്ളത്. ഇരുചക്ര വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും വാങ്ങാൻ 85,000 രൂപ നൽകിയവരുമുണ്ട്. കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറയുകയും ചെയ്തിട്ടുണ്ട്. അനന്തകൃഷ്ണൻ നടത്തിയ പാതിവില തട്ടിപ്പ് 1000 കോടി കടക്കുമെന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം. മൂവാറ്റുപുഴ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത അനന്തകൃഷ്ണന്റെ ഒറ്റ ബാങ്ക് അക്കൗണ്ടിൽ മാത്രം 400 കോടി രൂപ എത്തി. എന്നാൽ ഇതിൽ അവശേഷിക്കുന്നത് 3 കോടി രൂപ മാത്രമാണ്. സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ എൻജിഒ കോൺഫെഡറേഷന്റെ പേരിലായിരുന്നു തട്ടിപ്പ്. 60,000 രൂപ വരെ രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കുകയും ചെയ്തു. വാങ്ങുന്ന സാധനത്തിന്റെ പകുതി വിലയും മുൻകൂറായി നൽകണം. ബാക്കി തുക വൻകിട കമ്പനികളുടെ CSR ഫണ്ടിൽ നിന്ന് ലഭ്യമാകും എന്നതായിരുന്നു വാഗ്ദാനം. ആദ്യഘട്ടത്തിൽ കുറെ പേർക്ക് സാധനങ്ങൾ നൽകി. ശേഷിക്കുന്നവരുടെ പണമാണ് ഇപ്പോൾ നഷ്ടമായത്. 2000 പരാതികൾ. ഇടുക്കിയിൽ 350 പരാതികൾ ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 8 കേസുകൾ എടുത്തിട്ടുമുണ്ട്. എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രം 700 കോടി തട്ടിയെടുത്തെന്നാണ് നിഗമനമുള്ളത്. പാലക്കാട്ടും 11 പരാതികൾ ലഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് 5564 പേരും എറണാകുളം പറവൂരിൽ 2000 പേരും ഗുണഭോക്തൃ വിഹിതം അടച്ച് കാത്തിരിക്കുകയാണ്. ഇവരും പരാതി കൊടുക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ്. പരാതികൾ ശക്തമായതോടെ അറസ്റ്റ് പ്രതീക്ഷിച്ച അനന്തകൃഷ്ണൻ സ്വന്തം രൂപമടക്കം മാറ്റിയിരുന്നു. തല മൊട്ടയടിച്ചു, മീശ വടിച്ചു. പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ നേരിൽ കണ്ട പ്രൊമോട്ടർമാർക്ക് പോലും എളുപ്പം തിരിച്ചറിയാൻ കഴിയുകയും ചെയ്തില്ല. അനന്തകൃഷ്ണന്റെ ഫ്ളാറ്റുകളിലും സ്ഥാപനങ്ങളിലും പോലീസ് പരിശോധനയും നടത്തി.